കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ രോഹിത് വെമുല നഗറിലാണ് ഡിവൈഎഫ്ഐയുടെ 10ാം അഖിലേന്ത്യാ സമ്മേളനത്തിന് തുടക്കമായത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ ഖനിച്ചുകൊണ്ടാണ് രാജ്യത്ത് ഭൂരിപക്ഷവാദം ശക്തിപ്പെടുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ഗോപാൽ ഗൗഡ പറഞ്ഞു. People across the country, message must go to the persons who are violating the basic feature of the Constitution, flouting the constitutional principle and trying to impose their views that majoritarianism must prevail. Other minority religious people should not live in this country happily. Then there is no meaning for democracy. പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂടുതൽ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ സംവരണമെന്ന ആവശ്യം ന്യായമാണ്. Reservation must be a demand, rightly pointed out. You must take up this issue. Even in the private sector, there must be a reservation to solve the unemployment problem in the country. Otherwise, the employment problem cannot be redressed in this country. മാക്സസെ അവാർഡ് ജേതാവ് ബസ്വാഡ വിൽസൺ, നരേന്ദ്ര ദാബോൽക്കറുടെ മകൻ പ്രമീത് ദാബോൽക്കർ, ഗോവിന്ദ് പൻസാരയുടെ മരുമകൾ മേഘ പൻസാരെ, MA ബേബി തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1000ഓളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഫെബ്രുവരി 5-ന് സമ്മേളനം സമാപിക്കും. മീഡിയ 1 കൊച്ചി.